ഒരിക്കല് ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മോൻ വന്നു. അവന്റെ മനസ്സിൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാജാവാണ്. വലിയ വീരാളിപ്പട്ടൊക്കെ എടുത്ത ഒരു രാജാവാണ് അവന്റെ മനസ്സിലെ ഗാന്ധി. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ അവന് വല്ലാത്ത സങ്കടമായി. ഒറ്റ വസ്ത്രം മാത്രം ഉടുത്തിട്ടുള്ള ഉണങ്ങി മെലിഞ്ഞ ഒരു പാവ മനുഷ്യനാണ്. ഗാന്ധിജിയുടെ വസ്ത്രം കണ്ടപ്പോൾ അവന് വല്ലാത്ത സങ്കടമായി. അവന് ഗാന്ധിയുടെ മടിയിലിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാപ്പുജി, എനിക്ക് വസ്ത്രം തയ്ച്ചു തരാറുള്ളത് അമ്മയാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ബാപ്പുവിനും ഒരു നല്ല വസ്ത്രം തയ്ച്ചു തരട്ടെ എന്ന്. ഗാന്ധിജി അവനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, മോന്റെ അമ്മ എനിക്ക് എത്ര വസ്ത്രം തയ്ച്ചു തരും? അവനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, 1 അല്ല 2 അല്ല എത്ര വേണമെങ്കിലും തയ്ച്ചു തരും. അപ്പോൾ ആ മോനെ കുറച്ചുകൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബാപ്പുജി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ, നമ്മുടെ രാജ്യത്ത് 40 കോടി മനുഷ്യന്മാരുണ്ട്. ഈ 40 കോടി മനുഷ്യരിൽ അധികം ആളുകൾക്കും ഉടുക്കാൻ നല്ല വസ്ത്രമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഉടുക്കാൻ നല്ല വസ്ത്രമുള്ളൊരു കാലത്ത് ബാപ്പുവും നല്ല വസ്ത്രം എടുക്കും. അന്ന് മോൻ അമ്മയോട് പറഞ്ഞിട്ട് ബാപ്പുവിന് നല്ലൊരു വസ്ത്രം തയ്ച്ചു തരണം. മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും പുലർത്തിയ കരുണയുടെയും സ്നേഹത്തിന്റെയും പേരായിരുന്നു ഗാന്ധിജി. ഒരു മനുഷ്യനെയെങ്കിലും, ഒരു കുട്ടിയെയെങ്കിലും അവരുടെ ദുഃഖങ്ങളിൽ നിന്നും നിസ്സഹായതകളിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ കഴിയുമ്പോഴാണ്, ഒരു മനുഷ്യന്റെയെങ്കിലും മുഖത്തുള്ള പുഞ്ചിരിക്ക് നമ്മളൊരു കാരണമാകുമ്പോഴാണ് ഇങ്ങനെ മനുഷ്യനായിരിക്കുന്നതിലൊരർത്ഥമുള്ളൂ. നെരുത പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഫ് നത്തിങ് സേവ്സ് അസ് ഫ്രം ഡെത്ത്, മേ ലവ് അറ്റ് ലീസ്റ്റ് സേവ് അസ് ഫ്രം ലൈഫ്. മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒന്നിനും കഴിയില്ല, പക്ഷേ നല്ല സ്നേഹത്തിന് കഴിയും ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. സങ്കടങ്ങൾ ഇങ്ങനെ ഒരു മഴയായി പെയ്യുമ്പോഴേ സ്നേഹത്തിന്റെ ഒരു കുട മതി ആ മഴയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കാൻ. ഒരു സ്നേഹ സാന്നിധ്യം മതി ഏത് ദുഃഖങ്ങളിൽ നിന്നും മെല്ലെ കരയിലേക്ക് നീന്തിക്കേറാൻ. സ്നേഹത്തിന് കഴിയും, സ്നേഹത്തിനേ കഴിയൂ.